എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടക്കാനിരിക്കുന്ന 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. അപ്പോൾ ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം: വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? കേരളമാണ് ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. കേരളത്തിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ബസ്സുകളിലെ സൗജന്യ യാത്രാ പദ്ധതി? പ്രിയദർശിനിയാണ് കേരളത്തിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ബസ്സുകളിലെ സൗജന്യ യാത്രാ പദ്ധതി. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? തെലങ്കാനയാണ് സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ഹൈഡ്രോഫോയിൽ ബോട്ട് സർവീസ് ആരംഭിച്ച നഗരം ഏതാണ്? മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ഹൈഡ്രോഫോയിൽ ബോട്ട് സർവീസ് ആരംഭിച്ച നഗരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗിക സാഹിത്യ പുരസ്കാരമായ മാധവമുദ്ര പുരസ്കാരത്തിന് അടുത്തിടെ അർഹനായത് ആര്? ഡോക്ടർ KS രവികുമാറാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗിക സാഹിത്യ പുരസ്കാരമായ മാധവമുദ്ര പുരസ്കാരത്തിന് അർഹനായത്. 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം മുകുന്ദനാണ് 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. പ്രമുഖ സാമൂഹിക പ്രവർത്തകയ്ക്ക് നൽകുന്ന MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരം അടുത്തിടെ ലഭിച്ചത് ആർക്കാണ്? സുനിത കൃഷ്ണനാണ് പ്രമുഖ സാമൂഹിക പ്രവർത്തകയ്ക്ക് നൽകുന്ന MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരം ലഭിച്ചത്. മലയാളി മെമ്മോറിയൽ എന്ന പേരിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച പുതിയ പുസ്തകം രചിച്ചത് ആര്? പ്രശാന്ത് നായർ IAS ആണ് മലയാളി മെമ്മോറിയൽ എന്ന പേരിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച പുതിയ പുസ്തകം രചിച്ചത്. അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതി? ബന്ധു ക്ലിനിക് പദ്ധതിയാണ് അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതി. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാംകൃഷ്ണ ഗവായിയാണ് ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേര് എന്താണ്? എൻ്റെ കേരളം എന്നും സുന്ദരമാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം? കേരളമാണ് ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. 2026 ജൂൺ 1 പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? വിശാഖപട്ടണത്താണ് ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം. ഗർഭിണികളുടെയും അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യ വിവരങ്ങൾ ഒരു കുടക്കീഴിൽ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോം ഏതാണ്? ജനനിയാണ് ഗർഭിണികളുടെയും അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യ വിവരങ്ങൾ ഒരു കുടക്കീഴിൽ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോം. ആതുര ശുശ്രൂഷ രംഗത്തെ പ്രവർത്തന മികവിന് നൽകുന്ന രാജ്യത്തെ പരമോന്നത നഴ്സിംഗ് ബഹുമതിയായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് അടുത്തിടെ അർഹയായ മലയാളികൾ ആരൊക്കെയാണ്? VS മഞ്ജുമോൾ, മേജർ ജനറൽ PV ലിസമ്മ, ദീപ ബിജു. VS മഞ്ജുമോൾക്കും മേജർ ജനറൽ PV ലിസമ്മ, ദീപ ബിജു എന്നിവർക്കാണ് ആതുര ശുശ്രൂഷ രംഗത്തെ പ്രവർത്തന മികവിന് നൽകുന്ന രാജ്യത്തെ പരമോന്നത നഴ്സിംഗ് ബഹുമതിയായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ലഭിച്ചത്.
കുട്ടികളിലെ ടൈപ്പ് 1 പ്രമേഹം നേരത്തെ കണ്ടെത്തുന്നതിനായി മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമിടയിൽ അവതരിപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ പേര് എന്ത്? 4 ടിപ്സ് ഫ്രെയിംവർക്ക്. 4 ടിപ്സ് ഫ്രെയിംവർക്കാണ് കുട്ടികളിലെ ടൈപ്പ് 1 പ്രമേഹം നേരത്തെ കണ്ടെത്തുന്നതിനായി മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമിടയിൽ അവതരിപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിനു മുൻപ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തെ ഗവർണറായിരുന്നു? ജാർഖണ്ഡ്. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിനു മുൻപ് ദ്രൗപദി മുർമു ജാർഖണ്ഡ് ഗവർണറായിരുന്നു. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതി? സുഭിക്ഷ കേരളം. സുഭിക്ഷ കേരളമാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതി. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം? വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശിയാണ് 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല? കൊല്ലം. കൊല്ലം ജില്ലയാണ് കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല. RBI തയ്യാറാക്കിയ ഉദ്ഗം പോർട്ടലിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? അവകാശികളില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ കണ്ടെത്താൻ നിയമപരമായ അവകാശികളെ സഹായിക്കൽ. അവകാശികളില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ കണ്ടെത്തൽ, നിയമപരമായ അവകാശികളെ സഹായിക്കൽ എന്നതാണ് RBI തയ്യാറാക്കിയ ഉദ്ഗം പോർട്ടലിൻ്റെ പ്രധാന ലക്ഷ്യം. 6 ഭൂഖണ്ഡങ്ങളിലും അയൺമാൻ ട്രയാത്തലോൺ വിജയിക്കുന്ന ആദ്യ മലയാളിയായി മാറിയത് ആരാണ്? സുരേഷ് സാംചാണ്ടി. സുരേഷ് സാംചാണ്ടിയാണ് 6 ഭൂഖണ്ഡങ്ങളിലും അയൺമാൻ ട്രയാത്തലോൺ വിജയിക്കുന്ന ആദ്യ മലയാളിയായി മാറിയത്. ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ദേശീയ പതാക അടുത്തിടെ സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് എവിടെയാണ്? സ്വരാജ് ദ്വീപ്. ആൻഡമാൻ നിക്കോബാറിലെ സ്വരാജ് ദ്വീപിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ദേശീയ പതാക അടുത്തിടെ സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗെ ട്രീ എവിടെയാണ് സ്ഥാപിച്ചത്? ഭോപ്പാൽ. ഭോപ്പാലിലാണ് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗെ ട്രീ സ്ഥാപിച്ചത്. 30 വർഷത്തെ സേവനത്തിനൊടുവിൽ 2026 മെയ് 1 ഔദ്യോഗികമായി പ്രവർത്തനം അവസാനിപ്പിച്ച ആദ്യകാല ഇൻ്റർനെറ്റ് സെർച്ച് എഞ്ചിൻ ഏതാണ്? ask.com. ask.com ആണ് 30 വർഷത്തെ സേവനത്തിനൊടുവിൽ 2026 മെയ് 1 ഔദ്യോഗികമായി പ്രവർത്തനം അവസാനിപ്പിച്ച ആദ്യകാല ഇൻ്റർനെറ്റ് സെർച്ച് എഞ്ചിൻ. ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്റ്റ് 17A പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 7ാമത്തെയും അവസാനത്തെയും യുദ്ധക്കപ്പലിൻ്റെ പേര് എന്താണ്? INS മഹേന്ദ്രഗിരി. INS മഹേന്ദ്രഗിരിയാണ് ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്റ്റ് 17A പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 7ാമത്തെയും അവസാനത്തെയും യുദ്ധക്കപ്പൽ. ഏതൊക്കെ സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് നടത്തുന്നതാണ് മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം? കേരളവും തമിഴ്നാടും. കേരളവും തമിഴ്നാടും ഒരുമിച്ച് നടത്തുന്ന ഉത്സവമാണ് മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? R. ഋതികശ്രീ. R. ഋതികശ്രീയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിൽ അടുത്തിടെ സ്വർണ്ണ വ്യാപാരത്തിനായി ഇലക്ട്രോണിക് ഗോൾഡ് രസീറ്റുകൾ അവതരിപ്പിച്ച പ്രധാന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇന്ത്യയിൽ അടുത്തിടെ സ്വർണ്ണ വ്യാപാരത്തിനായി ഇലക്ട്രോണിക് ഗോൾഡ് രസീറ്റുകൾ അവതരിപ്പിച്ച പ്രധാന സ്റ്റോക്ക് എക്സ്ചേഞ്ച്. മോസ്കോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ സെൻറ് ജോർജ് പുരസ്കാരം നേടുന്ന ആദ്യ മലയാള ചിത്രം ഏതാണ്? മോഹം. മോഹമാണ് മോസ്കോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ സെൻറ് ജോർജ് പുരസ്കാരം നേടുന്ന ആദ്യ മലയാള ചിത്രം. 2026 ലോക പത്രസ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 157. 157ാം സ്ഥാനമാണ് ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2026 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിനുള്ള ശുപാർശ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയുടെ പാഡ്മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അരുണാചലം മുരുകാനന്ദം.
അരുണാചലം മുരുകാനന്ദമാണ്. 2026 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിനുള്ള ശുപാർശ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയുടെ പാട്മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ MRI സിസ്റ്റം അവതരിപ്പിച്ച ആശുപത്രി ഏത്? എയിംസ്. ന്യൂഡൽഹിയിലെ എയിംസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ MRI സിസ്റ്റം അവതരിപ്പിച്ച ആശുപത്രി. ഹാൻഡ വൈറസിലെ ഏത് വകഭേദമാണ് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്നതായി കണ്ടെത്തിയത്? ആൻഡീസ് ആണ് ഹാൻഡ വൈറസിലെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതെന്ന് കണ്ടെത്തിയ വകഭേദം. 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടി തിരഞ്ഞെടുക്കപ്പെട്ടത്. 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? പിണറായി വിജയനാണ്. 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. 2026 വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓർബിറ്റൽ AI ഡാറ്റാ സെൻറ്റർ ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ്? പാത്ത് ഫൈൻഡർ ആണ്. 2026 വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓർബിറ്റൽ AI ഡാറ്റാ സെൻറ്റർ ഉപഗ്രഹത്തിൻ്റെ പേര്. കേന്ദ്ര മന്ത്രിസഭയുടെ പുതിയ തീരുമാനപ്രകാരം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഒഴികെ എത്രയായി ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്? 37. കേന്ദ്ര മന്ത്രിസഭയുടെ പുതിയ തീരുമാനപ്രകാരം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഒഴികെ 37 ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഗിഗ് തൊഴിലാളികൾക്കായി സർക്കാർ പിന്തുണയോടെയുള്ള പ്രത്യേക പരാതി പരിഹാര സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഗിഗ് തൊഴിലാളികൾക്കായി സർക്കാർ പിന്തുണയോടെയുള്ള പ്രത്യേക പരാതി പരിഹാര സംവിധാനം ആരംഭിച്ച സംസ്ഥാനം. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ മനുഷ്യരെ പോലെ ചലിക്കാനും ആചാരങ്ങളിൽ പങ്കെടുക്കാനും കഴിയുന്ന റോബോട്ട് സന്യാസിയായ ഗാബി ഏത് രാജ്യമാണ് ഔദ്യോഗികമായി അവതരിപ്പിച്ചത്? ദക്ഷിണ കൊറിയയാണ്. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ മനുഷ്യരെ പോലെ ചലിക്കാനും ആചാരങ്ങളിൽ പങ്കെടുക്കാനും കഴിയുന്ന റോബോട്ട് സന്യാസിയായ ഗാബിയെ ഔദ്യോഗികമായി അവതരിപ്പിച്ചത്. 2026 നടക്കുന്ന 79ാമത് കാൻ ചലച്ചിത്രമേളയിൽ ലോക ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ സിനിമ ഏതാണ്? അമ്മയറിയാനാണ്. 2026 നടക്കുന്ന 79ാമത് കാൻ ചലച്ചിത്രമേളയിൽ ലോക ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ സിനിമ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചുകൊണ്ട് അടുത്തിടെ പുറത്തിറക്കിയ പുതിയ പോർട്ടൽ ഏതാണ്? സ്വസ്ഥ് ഭാരത് പോർട്ടലാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചുകൊണ്ട് അടുത്തിടെ പുറത്തിറക്കിയ പുതിയ പോർട്ടൽ. ഇന്ത്യയിലെ സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ താലൂക്ക് കോടതികൾ എന്നിവിടങ്ങളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? വൺ കേസ് വൺ ഡാറ്റയാണ്. ഇന്ത്യയിലെ സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ താലൂക്ക് കോടതികൾ എന്നിവിടങ്ങളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതി. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അടുത്തിടെ സിംഗപ്പൺ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അടുത്തിടെ സിംഗപ്പൺ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച സംസ്ഥാനം. 2024 ആഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് എന്താണ്? തിരുവനന്തപുരം നോർത്ത് എന്നാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. 2025 മാർച്ചിൽ അന്തരിച്ച വാൽകിമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ചലച്ചിത്ര രംഗം. 2025
മാർച്ചിൽ അന്തരിച്ച വാൽക്കിമർ ചലച്ചിത്ര രംഗത്ത് പ്രശസ്തനാണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? കൊല്ലം ജില്ലയിലാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ആരംഭിച്ചത്. കേരള മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ പേര് എന്താണ്? ആദം നീ എവിടെയാകുന്നു എന്ന പുസ്തകമാണ് കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ പുതിയ പുസ്തകം. 2026 ജൂണിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ഇൻഡോറാണ് 2026 ജൂണിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം 2024 ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. IOM പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം 2024 ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിച്ച രാജ്യം. പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയായി 5ാം തവണയും അധികാരമേറ്റതാര്? എൻ രംഗസ്വാമിയാണ് പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയായി 5ാം തവണയും അധികാരമേറ്റത്. ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി 2026 മെയ് മാസത്തിൽ ചുമതലയേറ്റത് ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണിയാണ് ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി 2026 മെയ്യിൽ ചുമതലയേറ്റത്. ഒന്നിലധികം പോർമുനകൾ വഹിക്കാൻ കഴിയുന്ന MIRV സാങ്കേതികവിദ്യയോടെ ഇന്ത്യ അടുത്തിടെ പരീക്ഷിച്ച അത്യാധുനിക മിസൈൽ ഏതാണ്? അഗ്നിയാണ് ഒന്നിലധികം പോർമുനകൾ വഹിക്കാൻ കഴിയുന്ന MIRV സാങ്കേതികവിദ്യയോടെ ഇന്ത്യ അടുത്തിടെ പരീക്ഷിച്ച അത്യാധുനിക മിസൈൽ. രാജ്യത്തെ ആദ്യ വാണിജ്യ ജലവിമാന സർവീസ് ആരംഭിക്കുന്നത് ഏത് റൂട്ടിലാണ്? കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്കാണ് രാജ്യത്തെ ആദ്യ വാണിജ്യ ജലവിമാന സർവീസ് ആരംഭിക്കുന്നത്. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? അൻപ് വീടാണ് രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതി. 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാഠ്യവിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സഹായിക്കുന്നതിനായി NCERT പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ആപ്പിൻ്റെ പേര് എന്താണ്? ഈ ജാദുയി പിറ്റാരയാണ് 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാഠ്യവിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സഹായത്തിനായി NCERT പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ആപ്പ്. കേരള 16ാം നിയമസഭയിലെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആരാണ്? വി.ഡി. സതീശനാണ് കേരള 16ാം നിയമസഭയിലെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. കേരള നിയമസഭയിലെ പുതിയ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റത് ആരാണ്? പിണറായി വിജയനാണ് കേരള നിയമസഭയിലെ പുതിയ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റത്. 29 കിലോമീറ്റർ നീളമുള്ള പാക് കടലിടുക്ക് നീന്തി കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഇഷാങ്ക് സിംഗ് ആണ് 29 കിലോമീറ്റർ നീളമുള്ള പാക് കടലിടുക്ക് നീന്തി കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ്? വി അനന്ത നാഗേശ്വരനാണ് ഇന്ത്യയുടെ നിലവിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. IPLൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? വിരാട് കോഹ്ലിയാണ് IPLൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. അടുത്തിടെ ശാസ്ത്രലോകം കണ്ടെത്തിയ ആകാശഗംഗയുമായി ലയിച്ചു ചേർന്നതായി കരുതപ്പെടുന്ന കുള്ളൻ ഗാലക്സിയുടെ പേര് എന്താണ്? ലോക്കിയാണ് അടുത്തിടെ ശാസ്ത്രലോകം കണ്ടെത്തിയ ആകാശഗംഗയുമായി ലയിച്ചു ചേർന്നതായി കരുതപ്പെടുന്ന കുള്ളൻ ഗാലക്സിയുടെ പേര്. 2026 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കിരീടം നേടിയത് ആരാണ്? ഈസ്റ്റ് ബംഗാളാണ് 2026 IWL കിരീടം നേടിയ ടീം.
അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ വിലക്ക് നീങ്ങിയതിനെ തുടർന്ന് 2028 ഒളിമ്പിക്സിൽ സ്വന്തം രാജ്യത്തിൻ്റെ മേൽവിലാസത്തിൽ മത്സരിക്കാൻ യോഗ്യത നേടിയ രാജ്യം ഏതാണ്? ബെലറൂസ് ആണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ വിലക്ക് നീങ്ങിയതിനെ തുടർന്ന് 2028 ഒളിമ്പിക്സിൽ സ്വന്തം രാജ്യത്തിൻ്റെ മേൽവിലാസത്തിൽ മത്സരിക്കാൻ യോഗ്യത നേടിയ രാജ്യം. തുടർച്ചയായി 84 ദിവസങ്ങൾ സൂര്യൻ അസ്തമിക്കാത്ത പ്രതിഭാസം ദൃശ്യമാകുന്ന അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞ അമേരിക്കയിലെ പ്രദേശം ഏതാണ്? അലാസ്കയാണ്. തുടർച്ചയായി 84 ദിവസങ്ങൾ സൂര്യൻ അസ്തമിക്കാത്ത പ്രതിഭാസം ദൃശ്യമാകുന്ന അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞ അമേരിക്കയിലെ പ്രദേശം. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യൻ ആന സംഘർഷ പഠന ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്? പലാമു ടൈഗർ റിസർവ്. ജാർഖണ്ഡിലെ പലാമു ടൈഗർ റിസർവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യൻ ആന സംഘർഷ പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യയിലെ കയറ്റുമതി വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യയിൽ കയറ്റുമതി വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. 2026 ജൂണിൽ തുർക്കിയിലെ ഇസ്താംബൂളിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് ഫോറത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം ഏതാണ്? വർക്കലയാണ്. 2026 ജൂണിൽ തുർക്കിയിലെ ഇസ്താംബൂളിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് ഫോറത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള റെയിൽ തുരങ്കം എവിടെയാണ് നിർമ്മിക്കുന്നത്? വിക്രോളിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കടലിൻ്റെ അടിയിലൂടെയുള്ള റെയിൽ തുരങ്കം നിർമ്മിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ പുതുതായി പരിഷ്കരിച്ച ലോഗോയിൽ എത്ര നക്ഷത്രങ്ങളാണ് ഉള്ളത്? 18. ഇന്ത്യൻ റെയിൽവേയുടെ പുതുതായി പരിഷ്കരിച്ച ലോഗോയിൽ 18 നക്ഷത്രങ്ങളാണ് ഉള്ളത്. ഗുജറാത്തിലെ വമ്പൻ ജലസേചന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ കൽപസാർ പ്രോജക്റ്റിന് സാങ്കേതിക സഹായം നൽകുന്നതിനായി ഇന്ത്യ അടുത്തിടെ ഏത് രാജ്യവുമായാണ് സഹകരണ കരാറിൽ ഒപ്പിട്ടത്? നെതർലാൻഡ്സുമായാണ്. ഗുജറാത്തിലെ വമ്പൻ ജലസേചന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ കൽപസാർ പ്രോജക്റ്റിന് സാങ്കേതിക സഹായം നൽകുന്നതിനായി അടുത്തിടെ സഹകരണ കരാറിൽ ഒപ്പിട്ടത്. ഭരണം നിർവഹണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനു വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഭരണ നിർവഹണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനു വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം. ആദ്യത്തെ AI വകുപ്പ് മന്ത്രി ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ് ആദ്യത്തെ AI വകുപ്പ് മന്ത്രി. 2026 സെൻസസിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങളായി കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ചത് ഏതെല്ലാമാണ്? പ്രഗതിയും വികാസുമാണ്. 2026 സെൻസസിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങളായി കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ചത്. ലഹരി മാഫിയക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി കേരള ആഭ്യന്തര വകുപ്പ് അടുത്തിടെ ആരംഭിച്ച സംസ്ഥാന വ്യാപക പരിശോധനയുടെ പേര് എന്താണ്? ഓപ്പറേഷൻ തൂഫാനാണ്. ലഹരി മാഫിയക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി കേരള ആഭ്യന്തര വകുപ്പ് അടുത്തിടെ ആരംഭിച്ച സംസ്ഥാന വ്യാപക പരിശോധനയുടെ പേര്